നാ ഒരു കഥ சொல்லட்டுமா? 2025 തീർന്നു, 2026ലേക്ക് പ്രവേശിക്കുകയാണ്. സോ ഈ 2025 നമുക്കെല്ലാവർക്കും അത്ര നല്ല മധുരമുള്ള ഓർമ്മകൾ തന്ന വർഷങ്ങളൊന്നും അല്ലായിരിക്കും. കാര്യം നിങ്ങൾക്ക് ഒരുപാട് ഡിപ്രഷനിലേക്ക് നിങ്ങളെ ഒരുപാട് ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം. നിങ്ങളെ ചേർത്ത് നിർത്തിയ മനുഷ്യരൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞ വർഷങ്ങളായിരിക്കാം. ജോലിയില്ലാത്തതിൻ്റെ പേരിൽ, കരിയർ സെറ്റ് ആവാത്തതിൻ്റെ പേരിലൊക്കെ നിങ്ങൾ തഴയപ്പെട്ടിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഇമോഷണലി നിങ്ങളൊരു ഡിപ്രഷനിലേക്ക് പോകുകയും നിങ്ങളുടെ കുടുംബപരമായ എല്ലാ തരത്തിലും നിങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചവരാണ് എങ്കിൽ ഞാൻ പറയുന്നത് 2026 നമ്മൾ പുതിയൊരു വർഷം പിറക്കുമ്പോൾ നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടി നേരിടുക, പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങളെ കാണുക. കാര്യം 2026 എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ മനോഹരമായൊരു വർഷമായി മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. കാര്യം നമുക്ക് 2025 നിന്നപ്പോൾ കുറേ അനുഭവങ്ങൾ കിട്ടിയല്ലോ. ഈ അനുഭവങ്ങളുടെ തുടർക്കഥ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ പാഠം പഠിച്ചത്, ആ പാഠം പഠിച്ചത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ കരിയർ, നമ്മുടെ ജോലി, പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറി നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വർഷമായി മാറട്ടെ 2026. അവിടെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. മാക്സിമം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക. എന്ത് വന്നു കഴിഞ്ഞാലും നേരിടാനുള്ള മനസ്സിൻ്റെ കരുത്തിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു കോട്ട് പറഞ്ഞു നിർത്തുകയാണ്. അതായത് ചില വാതിലുകളൊക്കെ അടച്ചിടുന്നതാണ് നല്ലത്. കാര്യം അത് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ അടയ്ക്കാനുള്ള ആഗ്രഹം കൊണ്ടുമല്ല, അത് തുറന്നിട്ട് കഴിഞ്ഞാലും അതിനകത്തൊന്നും കാറ്റും വെളിച്ചമൊന്നും വരാനില്ല. സോ അങ്ങനെയുള്ള വാതിലുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതങ്ങ് അടച്ചിട്ടുള്ളൂ. അത് ജനാലയാണെങ്കിലും കഥകിൻ്റെ വാതിലാണെങ്കിലും എല്ലാം അടച്ചിട്ടേക്കൂ കേട്ടോ. ബന്ധങ്ങളിൽ പോലും ആ ഒരു അടച്ചിടൽ നല്ലതാണ്.